ശ്രീ ജിൻഡോ ജോൺ. കോടതി അതിശക്തമായിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഇത് CPM-ന് മാത്രം ബാധകമായ അല്ലെങ്കിൽ റോഡിന് നടുക്ക് സമ്മേളനം അനുവദിച്ച പോലീസിന് മാത്രമായ നിരീക്ഷണമാണോ? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെയും സാമൂഹ്യ സംഘടനകളെയും മതസംഘടനകളെയും സംബന്ധിച്ച് അവർക്ക് തോന്നിയത് മാതിരി പരിപാടി നടത്താം, ജനങ്ങൾ ബുദ്ധിമുട്ടെങ്കിൽ ബുദ്ധിമുട്ടട്ടെ, അവർക്ക് തോന്നുന്നത് പോലെ ചെയ്യാം എന്ന ആ ഒരു മനോനിലക്കേറ്റ പ്രഹരമായി ഹൈക്കോടതിയുടെ ഇന്നത്തെ രൂക്ഷമായ ചോദ്യങ്ങൾ കാണാൻ തയ്യാറുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ കാണുന്നതിന് ഒരു മനപ്രയാസവും ഇല്ല. കാരണം നമ്മളൊക്കെ പൗരബോധം അല്പമെങ്കിലും അവശേഷിക്കുന്ന മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണമല്ലോ. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും മതസാമുദായിക സംഘടനകൾക്കും മറ്റ് ഇത്തരത്തിലുള്ള ഏത് സംഘടനകൾക്കുമുള്ള ഒരു തിരിച്ചറിവിലേക്ക് കൂടി വഴിതെളിക്കുന്നതാണ്. ഇവിടെ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് പോലെയോ ഏതെങ്കിലും ഘോഷയാത്രകൾ നടത്തുന്നത് പോലെയോ അല്ലെങ്കിൽ ഉത്സവങ്ങളുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നടത്തുന്നത് പോലെയല്ല. അതൊക്കെ മുൻകൂട്ടി പോലീസിനെ അറിയിച്ച് അനുമതി വാങ്ങി അത് ഗതാഗത ക്രമീകരണമൊക്കെ പോലീസ് തന്നെ ഒരുക്കി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചയുടെ ഭാഗമായിട്ട് ആറ്റുകാൽ പൊങ്കാലയും CPM-ന്റെ സമ്മേളനവുമായിട്ടാണ് CPM-ന്റെ പല പ്രതിനിധികളും കമ്പയർ ചെയ്യുന്നത് പോലും നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ ഈ ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ള വിഷയം ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം 6-7 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിനൊക്കെ കാരണം എന്താ? CPM-ന്റെ വഞ്ചിയൂർ ഏരിയ സമ്മേളനം പൊതുവഴി കയ്യേറിക്കൊണ്ട് നടത്തുന്നതാണ്. അത് സമ്മേളനം മാത്രമല്ല, പൊതുസമ്മേളനം മാത്രമല്ല, അവർ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകം കൂടി നടത്തുകയാണ്. ഈ വഴിയിലൂടെ വഞ്ചിയൂർ ആ റൂട്ടിലൂടെ പോയ മുഴുവൻ മനുഷ്യരും ആ നാടകം അല്ല കണ്ടത്. നിങ്ങളൊക്കെ ഞങ്ങളെ ഈ നാടിന് എതിരാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട. കാരണം കമ്മ്യൂണിസ്റ്റാക്കി ഇപ്പോൾ ഇവരെല്ലാവരും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കിടക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് കിടക്കുന്നില്ല. പക്ഷേ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു സമരമോ ഒരു പ്രതിഷേധ പ്രകടനമോ അത്തരത്തിലുള്ള ഒരു കാര്യമോ അല്ല നടന്നത്. ഇനി മുൻകൂട്ടി അറിയിച്ചുകൊണ്ടുള്ള ഒരു സമരമാർഗവുമല്ല. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന സമരങ്ങളോ അല്ലെങ്കിൽ അത്തരം സർക്കാർ ഓഫീസുകളുടെ മുമ്പിൽ നടക്കുന്ന മുൻകൂട്ടി അറിയിച്ചുകൊണ്ടുള്ള സമരങ്ങളോ അതുമായിട്ട് ഒന്നും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് CPM-ന്റെ ഭരണത്തിലുള്ള അവരുടെ അധികാരവും ഹുങ്കും വെച്ചിട്ടുള്ള അവരുടെ അധിനിവേശം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. പൊതുവഴി കെട്ടിയടച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷന്റെയും കോടതിയുടെയും മതിലിന് തൊട്ടപ്പുറത്ത് ഇത്തരത്തിലൊരു സമരാഭാസമല്ല സമ്മേളനാഭാസം നടത്തുമ്പോൾ അത് കണ്ടില്ല എന്ന് പോലീസും കണ്ടില്ല എന്ന് അവിടുത്തെ കോടതിയും ഒക്കെ കണ്ണടച്ച് കാണിക്കുമ്പോൾ ആരവിടെ നീതി കൊടുക്കുക? ഹൈക്കോടതിയിൽ ഒരാൾ ഒരു ഹർജി കൊടുക്കുന്നു, അതിനുശേഷം ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം നിർദ്ദേശങ്ങൾ വരുന്നു. ഞാൻ ചോദിക്കട്ടെ, അവിടെ പോലീസ് അനുമതി കൊടുത്തിട്ടില്ലെങ്കിൽ അനുമതി കൊടുക്കാതെ പന്തൽ സാമഗ്രികൾ പിടിച്ചെടുത്ത് നമ്മൾ അറിയുന്നത്, മൈക്കും മറ്റു കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ടോ? അവിടെ പങ്കെടുത്ത നേതാക്കന്മാരെ കണ്ടാൽ അറിയാൻ മാത്രമേ ഉള്ളൂ എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. MV ഗോവിന്ദനും V ജോയി എന്ന് പറയുന്ന MLA-മാർ അവരെ പോലീസിന് കണ്ടാൽ അറിയാൻ മാത്രമേ ഉള്ളൂ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പോലീസിന് കണ്ടാൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവരുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അതുമായിട്ട് ഓരോ കാര്യവും നമ്മൾ പരിശോധിക്കണം. ഇവിടെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയോ കേന്ദ്ര സർക്കാരിനെതിരെയോ സമരം ചെയ്താൽ അവിടെ പങ്കെടുക്കുന്ന ഉദ്ഘാടനം ചെയ്യുന്ന നേതാക്കന്മാരെ അടക്കം പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കുന്ന സാഹചര്യമുണ്ട്. വഞ്ചിയൂരിൽ പൊതുവഴി കയ്യേറിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഈ സമ്മേളന ആഭാസത്തിന്റെ പേരിൽ ഇത്തരം നേതാക്കന്മാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയണം. ഇല്ല, കേസ് എടുത്തിട്ടില്ല. ഇതുവരെ കേസ് എടുത്തിട്ടുള്ള ആളുകളുടെ പട്ടികയിൽ ഈ നേതാക്കളില്ല. കോടതി വളരെ കൃത്യമായ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്.